നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് തന്നെ നമ്മുടെ BJPയുടെ തീപ്പൊരി നേതാവും ആലപ്പുഴയുടെ NDA സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ ഇന്നലെ ഒരു എമണ്ടൻ വെളിപ്പെടുത്തൽ നടത്തി. ആ വെളിപ്പെടുത്തൽ കണ്ണൂരിനെയും കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തെയും ഞെട്ടിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ പ്രകമ്പനം തിരുവനന്തപുരത്തെ ഭരണസിതാ കേന്ദ്രവും AKG ഭവൻ വരെ കുലുങ്ങി എന്ന് തന്നെ പറയാം. ആ വെളിപ്പെടുത്തൽ എന്തെന്നാൽ LDFിൻ്റെ കൺവീനർ സഖാവ് EP ജയരാജൻ BJP ദേശീയ നേതാവായ ശ്രീ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയാണ് ശോഭാ സുരേന്ദ്രൻ ഒരു മാലപ്പടക്കം പോലെ ഇട്ടുകൊടുത്തത്. അത് ഇലക്ഷൻ്റെ തലേന്നാണ്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് സഖാവ് EP ജയരാജന് പറയാനും പറ്റില്ല. കാരണം ഈ വെളിപ്പെടുത്തൽ നടത്തിയത് വേറെ ആരുമല്ല, ശോഭാ സുരേന്ദ്രനാണ്. പുള്ളിക്കാരി തെളിവ് സഹിതം പുറത്തുവിട്ടു. EP ജയരാജൻ്റെ മകൻ തനിക്ക് അയച്ച വാട്സപ്പ് സന്ദേശം സഹിതമാണ് പുറത്തുവിട്ടത്. ആ സന്ദേശം ഇങ്ങനെയാണ്: പ്ലീസ് നോട്ട് ദിസ് നമ്പർ എന്ന സന്ദേശമാണ് EP ജയരാജൻ്റെ മകൻ ശോഭാ സുരേന്ദ്രന് വാട്സപ്പിൽ അയച്ചു കൊടുത്തത്. ഇതോടെ ഏതാണ്ട് EP ജയരാജൻ LDF വിട്ട് BJPയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള സാധ്യത 90% വ്യക്തമായി. EP ജയരാജന് വേണ്ടി ദല്ലാൽ TG നന്ദകുമാർ മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനവും 2 കോടി രൂപ വേണമെന്ന് ശോഭാ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടുവെന്നും ശോഭ വ്യക്തമാക്കി. പക്ഷേ അത് ശോഭാ സുരേന്ദ്രൻ തള്ളിക്കളഞ്ഞു. ഈ ഒരു തെളിവും വെളിപ്പെടുത്തലിലും അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും ഇടതുപക്ഷത്തെ മുതിർന്ന നേതാക്കളും കേന്ദ്ര നേതാക്കളും ഒറ്റുനോക്കുകയാണ്. EP ജയരാജൻ LDF വിട്ട് BJPയിൽ പോയാൽ ഇടതുപക്ഷത്തിന് സംഭവിക്കാൻ പോകുന്നത് കനത്ത പ്രഹരമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്തെ EPയുടെ ഫ്ളാറ്റിൽ തന്നെ വന്ന് കണ്ടുവെന്ന് EP വെളിപ്പെടുത്തൽ ഇലക്ഷൻ സമയത്ത് ഇതൊരു ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ തലവേദനയാണ്. LDF കൺവീനർ EP ജയരാജൻ മാത്രമല്ല, കേരളത്തിലെ 7ഓളം നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയെന്ന് ആലപ്പുഴയുടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. സ്വന്തം പ്രസ്ഥാനത്തെക്കാളും ശരിയെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പലരും BJPയിൽ എത്തുന്നതെന്നും അവർ പറഞ്ഞു. പിണറായി വിജയനും കൂട്ടരും കൊലക്കത്തി താഴെ വെക്കാൻ തയ്യാറായത് ചങ്കൂറ്റമുള്ള നേതാവ് ആഭ്യന്തരമന്ത്രി ആയതിനാലാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അമിത്ഷാ ഉള്ളതുകൊണ്ടാണ് ഇടതുപക്ഷം ഇതിന് തയ്യാറാകാത്തത്. ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്നും ശോഭ പറഞ്ഞു. EP ജയരാജൻ ഉൾപ്പെടെ ഏതെല്ലാം നേതാക്കൾ BJPയിലേക്ക് എത്തുമെന്നുള്ളത് ജൂൺ വരെ കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വമ്പൻ പരാജയം ഏറ്റുവാങ്ങുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ EPയുടെ കൂടുമാറ്റം എന്നുള്ളത് ഒരു ചോദ്യവും ഒരു സംശയവുമാണ്. EP ജയരാജൻ ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ BJPയിൽ നിന്നും അംഗത്വം എടുക്കാൻ വേണ്ടിയാകുമെന്ന് ഒരു പ്രസ്താവനയും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും EP ജയരാജന്റെ തീരുമാനത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ കേരളവും രാഷ്ട്രീയ നിരീക്ഷകരും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.